മത്തങ്ങ വിളയിക്കണ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഈ മത്തങ്ങ വിളയിക്കാൻ മത്തങ്ങേനെ തൊണ്ട് ചെത്തിക്കളഞ്ഞ് നല്ല ചെറിയ കഷ്ണമായിട്ട് നുറുക്കി ഇതുപോലെ വേവിച്ചെടുക്കണം. ഈ വേവിച്ച മത്തങ്ങയ്ക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ലേശം ഉപ്പും ഏലക്കായ ശർക്കരയിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. ഈ ഏലക്കായ പൊടിച്ചിട്ട് ഇതിനകത്ത് ലേശം ഉപ്പും കൂടെയും ചേർക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് നമ്മൾ ഈ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിയുമ്പോൾ തേങ്ങ വളിച്ചു പോവാതെ ഇരിക്കും, ബാലൻസ് ഇരുന്നാലും. അതിനാണ് തേങ്ങ ശർക്കരയിലിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മത്തങ്ങ. ഈ വേവിച്ച് വെച്ചേക്കണ മത്തങ്ങേനെ നമുക്ക് അതിലേക്ക് ചേർക്കാം. ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം പറ്റുന്നവരെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നാൽ ചീത്തയാവാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ മത്തങ്ങയാണ്. ഈ മത്തങ്ങയുടെ വെള്ളം വലിയാൻ വേണ്ടി നമ്മൾ പിന്നെ ചേർക്കേണ്ടത് ഈ അരി നന്നായിട്ട് നമ്മൾ വറുത്ത്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ കൊണ്ടിട്ട് നമ്മൾ വറുത്ത് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് പൊടിച്ച് ഇതുപോലെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോണത്. ഇളക്കിയിട്ട് നോക്കാം. മത്തങ്ങയും തേങ്ങയും ശർക്കരയൊക്കെ നല്ലോണം യോജിപ്പിച്ചെടുത്തു. ഈ യോജിപ്പിച്ച് എടുത്ത മത്തങ്ങയിൽ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ വറുത്ത് പൊടിച്ച് വെച്ചേർന്ന പൊടി. ഈ പൊടിയിട്ട് നമ്മൾ അങ്ങനെ കൂട്ടി ഇളക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് കിട്ടും. മത്തങ്ങയിലെ വെള്ളമൊക്കെ നമ്മൾ ഈ പൊടി അങ്ങ് ചെല്ലുമ്പോൾ മത്തങ്ങയിലെ വെള്ളമൊക്കെ ആ പൊടിയിലേക്ക് അങ്ങോട്ട് വലിയും. അരിപ്പൊടി ഇടാം, പിന്നെ അവലോസ് പൊടി ഇഷ്ടമുള്ളവർക്കൊക്കെ അവലോസ് പൊടി ഇടാം കേട്ടോ. അവലോസ് പൊടി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെയും ടേസ്റ്റ് കിട്ടുന്നത്. അവലോസ് പൊടി ഇടാനായിരിക്കും. ഇതിപ്പോൾ ഇതിനകത്ത് പാകത്തിന് ശർക്കര, മത്തങ്ങ നല്ല വിളഞ്ഞ മത്തങ്ങയാണെങ്കിൽ മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും. മധുരം കുറവാണെങ്കിൽ നമ്മൾ ശർക്കര കൂടുതൽ ചേർക്കണം. അതൊക്കെ അവരവരെ ഇഷ്ടമാണ് മധുരം. ശർക്കര ആയതുകൊണ്ട് ഷുഗറുള്ളവർക്കും കഴിക്കാം.